കുളിക്കട്ടെ. നോക്കി നോക്ക് നമ്മുടെ ഒരവസ്ഥ. ഇതാ കണ്ടോ, ചെണ്ടുമല്ലി ഇവിടെയൊക്കെ ഉണങ്ങി പോയിട്ടോ. നമ്മുടെ മത്തൻ്റെ വള്ളി ഉണ്ടായില്ലേ, മത്തൻ്റെ വള്ളി ഒരു ദിവസം കൊണ്ട്, ഇന്ന് രാവിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതിന് സൂര്യാഘാതം ഏറ്റു തോന്നുന്നുണ്ട്. മത്തൻ വള്ളി നോക്കിയൊക്കെ വാടിപ്പോയേക്കണത് അവിടെ അപ്പുറത്ത്. ഇതാണ്ടോ, ഇതാണ്ടോ നോക്ക്, ചെണ്ടുമല്ലിയൊക്കെ പോയിക്കണുണ്ടോ, കണ്ടോ? അത് വെയിലിന്റെ ചൂട് കൊണ്ട് തന്നെയാണ്. മത്തമള്ളിയും അങ്ങനെ തന്നെ. ഇന്നലെ വരെ, ഇന്ന് രാവിലെ മത്തമള്ളിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ ഇലയും കൂടി നുള്ളിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ഉണ്ടാവട്ടെ, ഉണ്ടാവുക വെച്ചാ നല്ല വള്ളി പടർന്നിട്ടേലും ഉണ്ടാക്കുക. നല്ല വെയിൽ കിട്ടുന്നിടത്തല്ലേ. അയ്യോ, അതാ ഒരു തേങ്ങ അവിടെയും കിടക്കണു, തേങ്ങയും കൂടി വീണക്കണു, 2 തേങ്ങ വീണ് കിടക്കുന്നു. സൂര്യാഘാതം കൊണ്ടൊന്നല്ലേ? അല്ല, അത് ഞാൻ വീണൂന്നാണ് പറഞ്ഞോളൂ. സൂര്യാഘാതം കൊണ്ട് തേങ്ങ വീണു. അപ്പോഴേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ചുവിൻ്റെ പണിയാണ് കേട്ടോ. എന്തെന്നറിയോ, ചെടി നനച്ചു കൊടുക്കൽ. പക്ഷെ മത്തൻ വള്ളി എങ്ങനെ പോയിന്നറിയും, ഈ നമ്മുടെ ഈ തെങ്ങത്ത് തേങ്ങയല്ലേ, ഇതിൽ ആകെ 5 തേങ്ങയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ തേങ്ങ നല്ല വലിപ്പമുള്ള തേങ്ങയാണ് കേട്ടോ. ഇത് ഞാൻ തേങ്ങ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ തേങ്ങ കിട്ടിയത് നന്നായേ ഉള്ളൂ. 2 എണ്ണം. ഈ ചെണ്ടുമല്ലി നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴേക്കും ചെണ്ടുമല്ലി നല്ല രീതിയിൽ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നേരെ തെങ്ങിന്റെ ചുവട്ടിൽ അങ്ങനെ പോയിക്കല്ലേ, ആ ഭാഗത്താണ് തേങ്ങയൊക്കെ നിൽക്കുന്നത്. ഇനിയൊരു കൊലയും കൂടി ഉണ്ട് വീഴാന്. ഞാൻ കുറേ ദിവസമായിട്ടോ പച്ചരി ഇട്ടിട്ട് പായസം വെക്കണം. ഈ നമ്മളെ അമ്പലത്തിൽ നിവേദ്യം ഉണ്ടാക്കില്ലേ, അതുപോലെ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ ഉള്ളൂ. അങ്ങനെ വിചാരിക്കണ്ടല്ലോ. അല്ല, നമ്മുടെ ചില മാറ്റങ്ങൾ കണ്ട സ്ഥലങ്ങൾ കാണിച്ചു തരട്ടെ. വായോ, എൻ്റെ മുരിഞ്ഞക്കണ്ടോ, അതുണ്ടാവട്ടെ. എൻ്റെ അച്ചോ കുറച്ചുകൂടി തോനൊഴിക്കേ തെങ്ങിനെ. അത് വന്നിട്ട് ഒഴിക്കേ ബാച്ചുമാ, അതവിടെ ഇട്ടിട്ട് പോയിക്കോ. വേണ്ട, വെള്ളം മോട്ടർ ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെ പോണ്ട. നമ്മുടെ വിറക് പെറുക്കണ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. കണ്ടോ, മൊത്തം പോയി വെട്ടിയിട്ടല്ലേ. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് വന്ന് നോക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. ഞാവൽപ്പഴം നോക്കിയൊക്കെ, ഇത് തിന്നണ്ട. കണ്ടോ, ഇതിൽ നിറച്ചുണ്ട് കേട്ടോ ഞാവൽപ്പഴം. വവ്വാൽ എന്തെങ്കിലും കടിച്ചതാണോ വെച്ചാൽ വേണ്ടാന്ന് വെച്ചിട്ട്. ഫ്രഷാണ് ഇത്. പെറുക്കുക ഒപ്പം തിന്നുക അല്ലേ. നല്ല രസമുണ്ട് അല്ലേ. നല്ല രസമുണ്ട്. അവിടെ വിറക് പെറുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പെറുക്കിക്കോട്ടെ. ഞാവൽപ്പഴം വേണോ? ഞാവൽപ്പഴം വേണോ? നല്ലതുണ്ടോ? അതാകാത്ത എന്തിനാ പെറുക്കിട്ട് വരുന്നത്? കുട്ടികൾ നോക്കിയൊക്കെ. വേനൽക്കാലം ആഘോഷിക്കുക. ചവർപ്പ് ചെറുതായിട്ടില്ല. കടയത്ത് നല്ല ഉണങ്ങിയതൊക്കെ, ഉണങ്ങിയ പോലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ വിറകുകൾ വന്നിട്ടില്ല, പെറുക്കിയിട്ട് വേണം കേട്ടോ. നാവൊക്കെ കുട്ടികൾ ഞാവൽപ്പഴം പറിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ. ഉണങ്ങിയത് മാത്രം ഈ സമയത്ത് വന്നാൽ കുഴപ്പമില്ല. ഇത് കുട്ടികൾക്ക് എന്നാൽ കയ്യിൽ വെച്ചോ, മറ്റവർക്ക് കിട്ടാത്തവർക്ക് ഇരിക്കട്ടെ. എനിക്ക് പൊതുവെ ഞാവൽപ്പഴത്തിനോട് അത്ര വലിയ താല്പര്യമില്ലാത്ത. ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമായില്ലേ? പഴുത്ത് കഴിഞ്ഞാൽ ഉറപ്പുണ്ടാവില്ലേ? പഴുക്കാത്താണ് ചവർക്കണേ. ദിവസം ഇങ്ങനെ ഓരോ പിടി കൊണ്ടുവന്ന് വെക്കുക അല്ലേ. എന്തോ പടക്കത്തിന്റെ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞില്ലേ? അയ്യോ, ഇനി എവിടുന്ന പടക്കം കിട്ടുന്നത്? ഇനി അടുത്ത വിഷുവിന് പൊട്ടിക്ക.
ആ ഇനി വേണം പറഞ്ഞു ഞാൻ എവിടുന്ന് പടക്കം തരിക വാങ്ങിക്കട്ടോ രാവിലെ അരി അരച്ച് വെക്കട്ടെ. എന്താ പൊന്നാ മാങ്ങ? ഇതിലൊരു പാത്രം വാങ്ങണ്ടായിരുന്നോ? മാങ്ങ കഴിഞ്ഞു. അച്ചുട്ടി ഈ ഭാഗം മിറ്റത്തിന്റെ ഈ ഭാഗം ഒന്ന് അടിച്ചോരിട്ടാ. ഉഴുന്നും ഉലുവിട്ടോ. പിന്നെ കുറച്ച് അരയ്ക്കാൻ എടുത്തിട്ടുള്ളൂ. അപ്പം അത് കാരണേ എൻ്റെ കുഞ്ഞുണ്ണിയാണെങ്കിലോ കൊച്ചു ടി വി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പതച്ച് വരണ്ടേ അല്ലേ? പറയുന്ന കേട്ടാ തോന്നുന്നു അനിയേട്ടൻ ഇങ്ങനെ പതച്ച് വരട്ടെ വന്നോട്ടെ. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ അരക്കിണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. ഇത് പതച്ച് വരുമ്പോൾ ഞാൻ പതച്ച് വരണ്ടെന്ന് പറഞ്ഞ മോശമല്ലേ? കുറച്ചും കൂടെ വെച്ചോ. എന്തിനും തിരക്കണ അതിൻ്റെ ഇടയിൽ പോയിട്ട്. പിന്നെ അരി അരക്കണ്ട്, ജ്യൂസ് അല്ലതേ. ഇഡ്ഡലി വേണ്ട, ദോശ വേണ്ട. ഞാൻ രാവിലെ ഈ ചൂടത്ത് 2 ദിവസത്തേക്കുള്ളതാട്ടോ അത്. 4 നാഴിയരി ഇട്ടിട്ടുണ്ട്. 2 നാഴിയരി തന്നെ പോയില്ല ഇവിടെ. പറയും വലിയടയ്ക്ക് ഇത് വേണമെന്ന്. എന്ത് അത് ജ്യൂസ് അല്ല, ചേച്ചിയുടെ വെള്ളക്കുപ്പിയാണ്. ചേച്ചിയാണല്ലോ അത് താഴെ തലയിലും താഴത്തെ തലയിലും വെക്കാത്ത സാധനമാണ്. അതടച്ചോ. തൊടണ്ട. ഡോണ്ട് ഇന്ന് ഇപ്പൊ എന്താ ഇന്നാണ് വെച്ചാൽ നമുക്ക് കൂട്ടാനും വെക്കണം കേട്ടോ. കൂട്ടാന് അതില് ജ്യൂസില്ല പൊന്നു. എന്നാണ് പറഞ്ഞാലേ കൂട്ടാനും വെക്കണം. സാമ്പാറേ രാവിലെ ഉണ്ടാക്കിയാലേ, രാവിലെ എളുപ്പുണ്ടാക്കിയാലേ സതിയേട്ടന് കൊണ്ടുപോകാനും ആയി, രാവിലേക്ക് ഇഡ്ഡലിക്കും ആയില്ലേ? ആയിക്കോട്ടെ, മതിയോ? ആയിക്കോട്ടെ. ഒരു കഷ്ണം മത്തം ഉണ്ടിരിക്കണം. മത്തം ചിലപ്പോൾ എന്താ വേണ്ടിച്ചുണ്ടാക്കും. ചന്തയിൽ നിന്ന് ഈ പച്ചക്കറി കൊണ്ടുവരുമ്പല്ലേ എന്താ ഈ പച്ചക്കറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമാണ് കേട്ടോ. ഉപ്പി ചടങ്ങല്ലേ? ആഴ്ചയ്ക്ക് ഒരു പച്ചക്കറി ഒരു കിറ്റ് കൊണ്ടുവരും. മക്കൾ ഇന്നലെ അമ്മുട്ടി അനിയൻ്റെ വീട്ടിലാണ് പറഞ്ഞല്ലേ. അമ്മുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് അമ്മുട്ടി. അവള് കുളിക്കുകയാണ്. ഇന്നലെ വിരുന്ന ഗംഭീരമായിരിക്കണം അവളുടെ. ദോശയ്ക്ക് മാവരയ്ക്കുക മിക്സിയിലോ? ഇപ്പം അമ്മ പച്ചരി ഉഴുന്നും മാത്രമേ ഇട്ടിട്ടുള്ളൂ. 6 മണിയായിട്ടോ. 5 ഉഴുന്നും മാത്രം. പച്ചരി ഉഴുന്നും ഉലുവി മാത്രം. അത്രയും സാധാരണ നമ്മൾ മറ്റേ അരി ഇടില്ലേ? റേഷൻ കടയത്തെ പുഴുങ്ങൽ അരി ഇടില്ലേ? ഞാൻ സമ ഇടല് കേട്ടോ പച്ചരി. ഇനി ഇതിൽ കുറച്ച് ചോറും കൂടി അരച്ച് കൂട്ടും. അപ്പോൾ ഇന്ന് ചോറ് കൂട്ടണില്ല കേട്ടോ. എന്നാലും നല്ല ഉഴുന്ന് കുറച്ച് കൂടുതലിരിക്കണമെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല പച്ചരിയല്ലേ? അമ്മുവാ ഇവിടെ വാടി. ഉപ്പ് കേട്ടോ. ഓ ദോശയാണ് പറഞ്ഞു വെച്ചാൽ കുട്ടികൾ 2 വെച്ചിട്ട് കഴിക്കും. ഇഡ്ഡലിയാണ് പറഞ്ഞാൽ 3 വെച്ച് കഴിക്കും. ഇത്രയേ വേണ്ടു. ഇത് നാളേക്ക് ഒന്നും കൂടി പൊന്തില്ലേ? 4 നാഴി അരിയുണ്ട്. 2 നാഴി അരി ഇട്ടിട്ട് നാളെ നമ്മൾ ആരും ഇല്ലാണ്ട് നമ്മൾ മാത്രമായിട്ട് അരച്ചിട്ട് എന്താ രാവിലെയും വൈകുന്നേരം ഉണ്ടാക്കി 2 നാഴി അരി. 4 നാഴി അരി. നാഴി ഉഴുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം. ഇവിടെ അമ്മേ അരി അരയ്ക്കുമ്പോൾ മിക്സിയിൽ ഞാൻ തന്നെ കേട്ടോ അരയ്ക്കുക. അമ്മ അരക്കില്ല. ഗ്രൈൻഡറിലാണ് എന്ന് വെച്ചാൽ അമ്മ അരയ്ക്കും. അമ്മയാണ് ഇവിടെ എപ്പോഴും ഗ്രൈൻഡറിൽ അരയ്ക്കും. ഇപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ചില സമയത്ത് എന്താ മാവ് വാങ്ങാറുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് മാവൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്ന് അപ്പോൾ വാങ്ങിയിട്ട് വരും. അപ്പോൾ വാങ്ങിയിട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് 12 എണ്ണം ഉണ്ടാക്കുക 50 രൂപയ്ക്ക്. പാത്രം കഴുകി കാണിക്കില്ല കേട്ടോ. അരച്ച മിക്സിയുടെ ജാറൊക്കെ ഉണ്ടേ. പപ്പ് നോക്ക് കിടക്കുന്നത് പാവം. എപ്പോഴാണ് അവനെ കൊടന്ന് കിടത്തി? അതെ, ഞാൻ കണ്ടില്ല. അപ്പോൾ ഇനി തുണി അച്ചുട്ടി അച്ചു
അച്ചു അമ്മോ ആ തുണികളൊക്കെ എടുത്തേക്കാ. സൂര്യ അവിടെ ചോറിന് അരി എടുപ്പത്തിടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സൂര്യൻ്റെ അടുത്ത് ഇതാ നമുക്കില്ലേ മീൻ മത്തി വറുത്തത്, കായും പയറും ഉപ്പേരി കേട്ടോ. പിന്നെ കായും പയറും ഉപ്പേരി ഉണ്ട്. പിന്നെ മത്തി കറിയുണ്ട്. ഇനി എന്താ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എപ്പോഴും ഇപ്പോൾ വൈകുന്നേരത്തെ കറി വയ്ക്കുക. വൈകുന്നേരത്തെ കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ആ കറി നമുക്ക് രാവിലെ ഉപയോഗിക്കാം. രാവിലെ അനിയന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് കാരണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഉപ്പേരി മാത്രമായിട്ട് കൊണ്ടുപോണ്ടേ. എന്താ 100 ഒളിഞ്ഞു കളിക്കുന്നൊക്കെ അച്ഛ ആ മത്തമല്ലി നോക്കിയൊക്കെ പോയതേ എങ്ങനെയാണാവോ? അതാ ഉണ്ടോ അത്? അങ്ങനെയാണ് ഒരു വള്ളി പോയേക്കണ്. അത് ഇന്ന് രാവിലെ കുഴപ്പമൊന്നും രാവിലെ ഒരു കുഴപ്പമില്ല. ഇലയും കൂടി നുള്ളിയിരുന്നില്ല. അതാണ് സങ്കടം. എന്താ മത്തൻ്റെ ഇവിടെ ഇഷ്ട. എവിടേക്ക് പോണ്? ഞാൻ പറഞ്ഞു നമ്മള് വീഡിയോയില് പറഞ്ഞിട്ട് ഞാൻ കളഞ്ഞോ? അതെന്താ സത്യാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. ഒരു ഊഹല്ലേ. ഇനി അത് കേട്ടിട്ട് ആരും പേടിക്കാൻ പാടില്ലല്ലോ. നോക്കുമ്പോ മിനിഞ്ഞാന്നത്തെ സംഭവം ഇന്നലെ വീഡിയോ എടുത്തപ്പോ കളഞ്ഞു. ഇന്നലെ നോക്കുമ്പോ നമ്മുടെ അയൽവക്കത്ത് വരെ എത്തിയിരുന്ന പ്രശ്നം പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ, ഇവിടെ പുലി ഇറങ്ങിന്ന് പറയുന്നുണ്ട്. പുലി ഇറങ്ങിന്ന് പറയാ. അത് പറയല, പുലി എന്നല്ല, അത് വേറെന്തോ ഒരു മൃഗമാണ്. മൃഗം തന്നെ. അല്ലാതെ ഇപ്പൊ വന്നിപ്പോ മായാവിന്ന് വന്നൊന്നും ചെയ്യില്ലല്ലോ. എന്തോ ഒരു വന്യജീവി. അത് എന്താന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പൊ അതെന്നല്ലേ പിന്നീടാന്ന് പറയാൻ പറ്റും. എന്റെ ചാത്തപ്പനൊക്കെ അല്ലേ എങ്ങനെ നമ്മള് നോക്കണതാ. എന്താ കൂടൊക്കെ തുറന്നിട്ട് അത്ര കോഴീനെ കൊണ്ടുപോയി ഉണ്ണത്. കൂട് തുറക്കുക അല്ലെങ്കിൽ കൂട് പൊളിക്കൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. കൂട് പൊളിക്കുന്നൊക്കെ പറയുമ്പോ ഭയങ്കര സാധനമാണല്ലോ. അപ്പൊ ഒട്ടുമിക്കവര് നല്ല ഇരുമ്പിന്റെ കൂടൊക്കെ ആയിരിക്കില്ലേ. കീരിയൊന്നും കൂട് പൊളിക്കൊന്നുമില്ല. ഇത് നല്ല ആരോഗ്യമുള്ള സാധനമാണ്. ചെറിയ സാധനമൊന്നല്ല. എന്താ വെച്ചാല് കോഴികളെ കുറെ 1-2 കോഴീനൊന്നല്ല. ഒരു വീട്ടിലത്തെ 10 ഉണ്ടെങ്കിൽ 10 കൊന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ 10 കൊന്ന 20 ആയില്ലേ. ഒരു കരവഴിക്ക് അല്ല. അപ്പൊ ഹമീദ് തന്നെ കോഴിഫാമാര് കോഴികളാണ്. അവർക്ക് ഒരുപാട് ഏത് നമ്മള് കർക്കിടവാവിനൊക്കെ കോഴി വാങ്ങില്ലേ. അപ്പൊ ഇവർക്ക് ഒരുപാട് കോഴികളതാ. ആ കോഴി കംപ്ലീറ്റ് പോയി വന്നു. അവര് മൻസൂറിന്റെ പോയി, വിനുവിന്റെ 10 വിനുവിന്റെ പോയി. കോഴിയും കുട്ടികളൊക്കെ പാടെ 10 പോയി വരണം. അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞതപ്പോ അപ്പോഴപ്പൊ ഞാന് നോക്കണത് ഇത് ഇത്ര നേരം ഞാന് മിനിഞ്ഞാത്ത സംഭവം അറിയോ. ഇതിപ്പോ ഇന്നലെ ഉണ്ടായത് അറിയില്ല. എന്തോ ഭാഗ്യം നമ്മുടെ ഈ വഴിക്ക് വന്ന ഇന്നലെ നമ്മുടെ ചാത്തപ്പ തവിട് പൊടിയായിരുന്നു. ചാത്തപ്പനെ തൽക്കാലം നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിട്ട് ഏതെങ്കിലും പൊട്ടിട്ട് എന്തെങ്കിലും ചെയ്യാം. എന്താ കേട്ടോ ചാത്തപ്പനൊക്കെ കുട്ടികളുടെ പോലെയാണ് നമ്മള് നോക്കണേ. അതിപ്പോ നമ്മള് നോക്കണ ഇവരിപ്പോ ആ സാധനത്തിന് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോ എല്ലാരും നോക്കണ്ടാവേ. നമുക്കറിയില്ലല്ലോ. വിനുവിന്റെ കോഴിക്കോടിന്റെ അടുത്താണ് അവന്റെ നായയുടെ കൂട്. എന്നിട്ട് നായ നല്ല ബഹളം വെച്ചത്. പക്ഷെ അവര് പേടിച്ചിട്ട് നായ ബഹളം വെച്ചിട്ട് ആ സമയത്തല്ലേ അവര് പേടിച്ചിട്ട് വന്നു നോക്കി. എത്ര എണ്ണം പോയി എന്നറിയോ? എത്ര എണ്ണോ കുറുക്കം പിടിച്ചിട്ട് പോണു പറഞ്ഞിട്ട്. നമുക്കാണ് പറഞ്ഞാൽ ഈ കോഴി ആകെ 3 ദിവസത്തേക്കായിട്ട് ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. കോഴി 10-200 കോഴി പോയാർക്കണം മൊത്തത്തിൽ. ഞാൻ എന്നിട്ട് എത്ര കോഴിയെന്ന് അറിയില്ല. ഇപ്പൊ ഓരോരുത്തർ പറയുന്ന പ്രകാരം 10-200 കോഴി പോയി. ഇപ്പൊ മഴ പെയ്യുമ്പോഴേക്കും വേണം നല്ലൊരു കൂടുണ്ടാക്കിയിട്ട് 5-6 പെട്ടകളൊക്കെ വാങ്ങിയിട്ട് കൂട്ടുന്ന ഇറക്കാത്ത രീതിയിലാക്കണം. കാരണം ചാത്തപ്പനൊക്കെ സേഫ് ആക്കണം. ചാത്തപ്പൻ ഉണ്ടാവുന്നപ്പോ അങ്ങനെയൊന്നും പറയുന്നത് വിളക്ക് വെക്കുന്ന സമയത്ത് അല്ല. നമുക്കിപ്പോ ഏത് സമയവും നോക്കാൻ പറ്റില്ല. പക്ഷെ രാത്രിയാണ് സംഭവം അക്രമം നടക്കുന്നത്. ഈ സാധനം വന്ന് ഇറങ്ങി പിടിക്കുന്നത് ആ സമയത്താണ്, പകലൊന്നല്ല. എന്തൊക്കെ ചെയ്യാന് പൈസ നമ്മൾ ഇതുണ്ട്. ഈ കനാലിലുള്ള പൊന്തിയും കാടുകളൊന്നും വെട്ടിക്കൂടെ? ഒന്നും ചെയ്യില്ല. മലമ്പാമ്പ് ഉണ്ടായാലും അറിയില്ല, അതില് പുലി ഉണ്ടായാലും അറിയില്ല, ഒന്നും അറിയില്ല. വേണ്ട എന്തിനാ അതൊക്കെ പറഞ്ഞിട്ട് ചാത്തപ്പന്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നത്. എനിക്ക് അതിനേക്കാളും നിങ്ങൾക്ക് സങ്കടം തോന്നില്ലേ? കാരണം നമ്മുടെ വീഡിയോയില് നമ്മൾ ചാത്തപ്പോന്ന് പറയുമ്പോഴേക്കില്ലേ അവന്റെ ഒരു കൂവല്. ഇപ്പോൾ അവന്റെ അതേപോലെ ഒരു തുണ ഉണ്ട് കേട്ടോ. രാവിലെ അങ്ങോട്ട് വിട്ടു പോയി കഴിഞ്ഞാലല്ലേ പിന്നെ വരും എപ്പോഴാണെന്നറിയോ? വൈകുന്നേരം ഒരു 7 മണിക്കാവും വരുള്ളൂ. അതുകൊണ്ട് അവനോട് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ചാത്തപ്പനോടും അതേപോലെ ഒരു കറുത്തൊരു കോഴിയോടും അപ്പുറത്തേക്ക് പോവില്ലല്ലോ. മുറ്റത്തേക്ക് അപ്പുറത്തേക്ക് പോവില്ല. അപ്പൊ കോഴിക്കുട്ടികൾ ഉണ്ടാവുകൊണ്ട് കോഴിക്കൂട്ട 4 പുറം ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതന്നെ പറയണേ. നമ്മൾ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞു വെച്ചാൽ
പുതിയ വീടിന്റെ ആ സൈഡിലില്ലേ ആ ടാങ്ക് വെച്ചിട്ടില്ലേ ആ സൈഡിൽ പോയിരിക്കുന്നുണ്ടാവില്ല ഏട്ടാ. നമ്മൾ വന്നിട്ടാണ് അവൻ നീക്കുള്ളൂ. അല്ലെങ്കിൽ എന്താ അത്രയും ഒരാളുടെ ഈ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ടേ കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കണ ഇഷ്ടം. ഞങ്ങള് ഒരു കോഴി ഉണ്ടായിരുന്നു ഇതേപോലെ നല്ല ഇണക്കുള്ള ഒരു കോഴി വെള്ള. അതേപോലെ അതിനി എന്തോ പിടിച്ചോണ്ട് അതേപോലെയാണ് ഇവൻ. അത് പിന്നെ പട്ടി പിടിച്ചതാ. അത് പട്ടി പിടിച്ചതാ. അത് ആ കോഴിയൊന്നല്ല, ഒരുപാട് കോഴീനെ പട്ടി പിടിച്ചില്ല, ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഫസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഈ കറുത്തപ്പെട്ട അണ വിരിച്ചിറങ്ങിയ സമയത്ത് നമ്മൾ വീഡിയോയിൽ കണ്ടോ നമ്മുടെ എന്താ കരിമി 4 കുട്ടികളെയും കൊണ്ട് വന്നു. അന്നത്തെ ദിവസം നായ അങ്ങോട്ട് പിടിച്ചു. ആ നരകം അതൊക്കെ പിന്നെ നായ പിടിച്ച നമ്മൾ കണ്ടു എന്താന്നുള്ള കണ്ടു. ഇതിപ്പോ അത് നായ പിടിച്ച തിന്നും ചെയ്യും. നായ പിടിച്ച ഇങ്ങനെ ഇടില്ല. ഇതിപ്പോ അതല്ല, നായ പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇട്ടിട്ട് പോവാണ്. ചോര കുടിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവാണ്. ഞാൻ ഇപ്രാവശ്യം കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഒരു സെക്ഷൻ ഗിനിക്കോഴീനെ വളർത്തണം, ഒരു സെക്ഷനിൽ ഇങ്ങനെ ഇതിനൊക്കെ തീരുമാനമായിട്ട് മതി എന്തായാലും ഗിനിക്കോഴി ശനിക്കോഴിയൊക്കെ അങ്ങനെ അല്ല അതിന്റെ വഴിക്ക് പോകും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് ഈ മുട്ടകള് ഓരോ കൊട്ട മുട്ട ഉണ്ടായിരുന്നാണ് അതിനൊക്കെ പിടിക്കണ്ടെന്ന് അതന്നെ പറഞ്ഞേ. അല്ല ഉയരത്തിലുള്ളതിന്റെ കഥ ഇപ്പൊ എന്താന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ കിണറ്റിലും വീണാ രക്ഷപ്പെട്ടു. അതെ. എന്തോത്തെ അതിനല്ലേ ഇവിടെ അച്ഛനെ അവിടെ കണ്ടു കേട്ടോ. അവര് എന്താ പറയാ, രാത്രി കിടക്കുമ്പല്ലേ ആ ചേച്ചിന്റെ ചെവിയില് ഇത് കയറിയാത്ത അത്ര ഉറുമ്പ്. അപ്പൊ അതിനല്ലേ പുറത്തൊരു ഇല എടുത്തിട്ട് വെള്ളം ഒഴിക്കാൻ, ചെവിക്കൂടെ വെള്ളം ഒഴിക്കാൻ ഇല അല്ലേ പറിക്കാൻ പോയിട്ട് ഇല പറിച്ചിട്ട് അവളുടെ വാതിലിന്റെ അവിടെ ഇരിക്കുമ്പല്ലേ ഇത് പുറത്തിട്ട് വണ്ണമൊക്കെ ഉള്ള ഒരു സാധനം ഇത്ര ഉണ്ടാവും, ഇത്ര നീളം. അതിന്റെ ഇത്ര ബാക്കിത്തെ ആ വണ്ണം, ഇത്ര ചെറിയൊരു വാല്, ഒരു കറുത്തിട്ടുള്ളൊരു സാധനം. മിനിഞ്ഞാന്ന് കണ്ടു എന്ന് പറഞ്ഞ സാധനം ഒരു ചാര കളർ പോയല്ല കളറാ പറയുന്നത്. രാത്രിയിൽ എങ്ങനെ ഇവർ കളർ അറിയുന്നത്? 10 ദിവസത്തിന് മുന്നേ. ഇത് മിനിഞ്ഞാന്ന് കേടാ. അപ്പൊ കുട്ടിന്റെ കുട്ടി ഒറ്റയ്ക്ക് നടക്കണ്ടക്ക് പേടിയാണ് കേൾക്കുമ്പോ. ഞങ്ങള് നടക്കാൻ പോണതും കൂടി നടക്കാനും കൂടി പോണ്ട പേടിയായിട്ട്. ഒന്നാമത് മലയിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി വരുന്നൊക്കെ അറിയില്ല. കാരണം നമുക്കിപ്പോ ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് മലയുള്ളത്. അവിടുന്ന് ഈ വേനൽക്കാലത്ത് അവിടെ തിന്നാനൊന്നും കിട്ടാതെ ആകുമ്പോ കിട്ടാതെയല്ല ചൂടും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടില്ല, തിന്നാൻ കിട്ടാണ്ടൊക്കെ ആകുമ്പോഴേ എല്ലാം കൂടെ ഇറങ്ങി വരികയാണ്. ഇത് സംഭവം ഓരോരുത്തരും ഓരോ ഭാവനക്കനുസരിച്ച് പറയുന്ന രീതിക്ക് വരുമ്പല്ലേ കേൾക്കുന്നവർക്ക് തന്നെ പേടിയാവും. നമ്മളില്ലേ എന്താ നമ്മുടെ വൈകുന്നേരം വിളക്ക് വെക്കണതും കുറേ കാര്യങ്ങൾ നമ്മൾ തുണിയൊക്കെ എടുക്കുന്ന കുറേ വൈകുന്നേരത്തെ വിശേഷം ഒന്നും സത്യം പറയാ എടുക്കാൻ തോന്നണില്ല കേട്ടോ. നമ്മുടെ ഈ ഓവില്ലേ, ഈ ഓവിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മളറിയോ? സുകന്യ വിളക്ക് അപ്പുറത്തെ കാട്ടിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ? നിന്റെ ഇണക്ക് വിളക്ക് സ്ഥലങ്ങളല്ലേ. നാളത്തെ ദിവസം നന്നായിട്ടില്ലെങ്കിൽ ലേട്ടാ അതിന് അവള് ഉത്തരവാദി. ഞാൻ വെറുതെ പറയാ. അവള് വളർത്തി കാട്ടുമ്പോ ഇവിടെ വന്നു പറഞ്ഞിട്ട് ആരാ ഉത്തരവാദി? അല്ല ഞാൻ തമാശക്ക് അറിയില്ലേ, ഒരു ദിവസത്തെ നമ്മള് ദീപം കാണുന്നത് നല്ലതാണ്. ആര് മത്സരത്തിയായിരുന്നു ഫസ്റ്റ്. നമ്മളെപ്പോഴും അവരാണ് വിളക്ക് ഫസ്റ്റ് വെക്കാല്ലേ, എന്നിട്ട് അവര് അവിടെ കാണിക്കുമ്പോഴാണ് നമ്മളിവിടെ വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ പറയും വെറുതെ തമാശക്ക്. ഇന്ന് സത്യം അറിയിച്ചാൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചതാണെന്നറിയോ? എന്താ നമ്മുടെ വൈകുന്നേരത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ വിചാരിച്ചാണ്, ഒന്നിനും മനസ്സ് വരുന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ ചാത്തപ്പൻ എന്നെ മനസ്സിൽ ചിന്ത ചെയ്യേ. ഇനി എൻ്റെ ഇനി ഇന്ന് എന്തായാലും അവനല്ലേ ഇരുമ്പിന്റെ കൂടുതലുള്ളവരൊക്കെ തന്നെ അവരൊക്കെ കോഴി പോർക്കണത്. അവനല്ലേ ഇന്ന് നമുക്ക് പുതിയ വീട്ടിൻ്റെ അവിടെ അല്ലേ കൊണ്ടുപോയിട്ട് ഏട്ടാ എന്തെങ്കിലും ഇട്ടിട്ട് മൂടി വെക്കാട്ടോ. അവനും മറ്റവനും ഒളിപ്പിച്ച് ചാത്തപ്പൻ എന്താ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ തിന്നാട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ടാണ് ഒരു വയലറ്റ് കളർ കോഴി ഉണ്ടായിരുന്നു കേട്ടോ. മയിലിനെ പോലെ ഒരു കോഴി ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉണ്ടായിരുന്നതാ. അതിനെ വലിച്ചും കൊണ്ട് പോയി. അത് ശരിക്കും ഒരു 3.5 കിലോ ഉണ്ടാവും. അത് എങ്ങനെയാണ് അത് വലിച്ചും കൊണ്ട് പോയി എനിക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഈ പിടിക്കുന്നതിനൊന്നും തിന്നില്ല. അത് ആകെ പേടിയാവുന്നത്. എന്താണ് ഈ തിന്നേണ്ടത്? കൊന്നിട്ട് പോവുക, കൊന്നിട്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗം മാത്രം പൊളിച്ചിട്ട് ഒക്കെ ഫോട്ടോയിൽ കാണുന്നത്. സൈക്കോ. അതെ, സൈക്കോ ആണ്. എന്ത് സൈക്കോ ആണ് ഇപ്പം അത്? അത് ഒന്നിനുണ്ടെന്നല്ല, ആ വീട്ടിലുള്ള കോഴികൾ ഫുള്ള് പിടിക്കാതെ പേടിയാവുക.
വത്സലടുത്ത് പറയട്ടെ, വത്സലടുത്ത് അവർക്കും കോഴിയുണ്ടല്ലോ അല്ലേ? ആ അവരോടും പറയട്ടെ, നമ്മുടെ ചോപ്പനൊക്കെ അവിടെ പറഞ്ഞിട്ടില്ലോ. അപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ചാത്തപ്പനൊന്നും ഇല്ലാതെ നമ്മുടെ വീഡിയോ പൂർണ്ണമാവില്ല കേട്ടോ. കാരണം ചാത്തപ്പൻ, പപ്പു, നമ്മളെല്ലാവരും ഉള്ളതാണ് നമ്മുടെ ഒരു വീഡിയോ. എന്താ നമ്മളത് കാരണമാണ് ഇനി നമുക്ക് എന്താ നമ്മൾ കോഴികളെല്ലാവരും കരിമിയാണോ ചില ചോപ്പിയാണോ ഒക്കെ പോയ സമയത്ത് നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ചുറ്റിപ്പറ്റി നമ്മുടെ ഒരു അംഗം പോലെ നിൽക്കണം. അപ്പോൾ നമ്മുടെ 4 മക്കളെ നമ്മൾ അവിടെ നോക്കുന്നുണ്ടോ, നമ്മുടെ കുട്ടികളെ നോക്കണ പോലെയാണ്. നമ്മളെ കാണുമ്പോഴേക്കും എന്തോ ഇരിക്കും അവരുടെ ആ ഒരു സ്നേഹം എന്നറിയോ. അവർ സ്നേഹിച്ച് കഴിഞ്ഞു വെച്ചല്ലേ ശരിക്കും മിണ്ടാപ്രാണികളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് വെറുതെ നല്ല ശരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടും കൂടി ഒന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുക. നമ്മുടെ ചാത്തപ്പൻ വേണം. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാൻ പറ്റും.